അന്നോട്ട് ഈ 3 വർഷക്കാലം, ഇപ്പം 3 വർഷമായി, 3 വർഷക്കാലം മേയറുടെ കൂട്ടാളികൾ എല്ലാവരും മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നത്. ഈ 3 വർഷത്തിൽ ഓരോ തവണയും സ്കൂളിൻ്റെ പരിപാടി വരുമ്പോൾ എൻ്റെ ജീവിതം ബുദ്ധിമുട്ടിലാണ്. എന്ന് വെച്ചാൽ ജോലിയില്ലാത്ത അവസ്ഥയാണ്. നമ്മളെന്തോ കാണിച്ചു എന്ന് പറഞ്ഞത് ഇതേപോലെ ഒരു ഗ്ലാസ് ബോഡി വണ്ടി, ഇതിലാണെങ്കിൽ കൈയെങ്കിലും ഇവിടെ ഇല്ലിടാം. മറ്റേ വണ്ടിയിലെ ഈ സീറ്റ് വരുന്നത് ഇതിൻ്റെ പുറകിലോട്ടാണ്. കൈ ഇട്ടാലും ഇങ്ങോട്ട് ഇടാൻ പറ്റില്ല, ഇവിടെ ഇടാൻ പറ്റില്ല, ഡോർ അങ്ങ് ഫ്രണ്ടിലോട്ടാണ്. ഇതിലാണെങ്കിൽ പിന്നെ ഈ കൈ ആണെങ്കിൽ കാണിക്കാമെന്ന് പറയാം. മുൻ KSRTC ബസ് ഡ്രൈവർ യദു നമുക്കൊപ്പമുണ്ട്. യദു ഇപ്പോൾ KSRTCയിൽ തിരികെ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ പാസ്സായിരിക്കുകയാണ്. യദു ഉടനെ തിരിച്ചു കയറും KSRTCയിലേക്ക്? ഇതൊരിക്കലും ആയില്ലല്ലോ. KSRTCയിൽ പേപ്പർ വർക്ക് മറ്റേ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കാർഡ് വന്ന് അത് കഴിഞ്ഞ് പൂവാർ ഡിപ്പോയിലായിരുന്നു. പൂവാർ ഡിപ്പോയിൽ നിന്ന് ടെസ്റ്റ് കഴിഞ്ഞ് മറ്റേ ടീ പ്രാക്ടീസ് ഉണ്ടല്ലോ, ടീ എടുക്കാൻ വേണ്ടിയിട്ട് ടീ പാസ്സായി. ഫസ്റ്റ് തന്നെയാണ് വിളിച്ചത്. അപ്പോൾ അത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഇത് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഇത് MVD ആണ് ചെക്ക് ചെയ്തിട്ട് ഇവർ നേരെ ഇത് എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ കൊടുക്കും. അവിടെ നിന്ന് KSRTCക്ക് പേപ്പർ വരും. അതിൽ ലിസ്റ്റ് ആക്കിയിട്ട് ഏത് ഡിപ്പോ എന്നുള്ളത് അറിയാൻ പറ്റും. ഞാൻ പാപ്പനംകോട് ഡിപ്പോയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും യദു അന്ന് പറഞ്ഞതുപോലെ ഒരു ദിവസമെങ്കിലും വീണ്ടും KSRTCയുടെ വളയം പിടിക്കണം. KSRTCയുടെ വളയം പിടിക്കണം. മറ്റേ ജോലി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മറ്റേ ജോലി കേസൊക്കെ കോംപ്രമൈസായി മറ്റേ ജോലി കിട്ടി എന്നാണ്. പക്ഷേ അതല്ല, ഇത് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് നമ്മുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ വന്നതാണ്. അത് ഒരു ദിവസം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിങ്ങനെ നമ്മുടെ കഴിവുകൊണ്ട് തന്നെ കിട്ടിയത് വളരെ നന്ദിയുണ്ട്, ദൈവത്തിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞ പോലെ. എൻ്റെ കൂടെ ജനങ്ങളെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ആൾക്കാർക്കും ഭയങ്കര ഇതാണ്. 2-3 ആൾക്കാർ പറഞ്ഞു നീ കയറണം, ഉറപ്പായിട്ട് കയറണം, എൻ്റെ കൂടെ നമ്മളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരെല്ലാം സപ്പോർട്ടാണ്. കയറി അവരെ മുമ്പിൽ കയറണം, ഒരു ദിവസമെങ്കിലും ജോലിക്ക് കയറണം. ഇത് തോൽക്കാൻ പാടില്ല. എന്നെക്കാട്ടിയും കൂടുതൽ ആവേശമാണ് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന. അത് മറ്റൊരു കാര്യം, ഇപ്പോൾ ആ കേസ് അന്വേഷണവും യദുവിൻ്റെ പരാതികൾ അതിലുള്ള അന്വേഷണമൊന്നും എങ്ങും എത്തിയിട്ടില്ല. മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സർക്കാർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പേപ്പർ കൊടുക്കണം, ഒന്നും കൂടെ അന്വേഷണം. മെമ്മറി കാർഡ് ഇപ്പോൾ കാണാതെ നമുക്ക് അത് അന്വേഷണ പുരോഗതി അറിയാൻ പറ്റില്ലല്ലോ. മെമ്മറി കാർഡ് തമ്പാനൂർ 2 സ്റ്റേഷനിലാണ്. അതാണ് ഒരെണ്ണം തമ്പാനൂർ സ്റ്റേഷനിലാണ് മെമ്മറി കാർഡിൽ, ഒരെണ്ണം മ്യൂസിയം സ്റ്റേഷനിൽ, ഒരെണ്ണം കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ. ഞാൻ കൊടുത്തിരിക്കുന്ന പരാതി കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ, എനിക്കെതിരായിട്ടുള്ള പരാതി മേയർ കൊടുത്തിരിക്കുന്ന മ്യൂസിയം സ്റ്റേഷനിൽ, മെമ്മറി കാർഡിൻ്റെത് ഇവിടെ തമ്പാനൂർ സ്റ്റേഷൻ. അങ്ങനെ 3 സ്റ്റേഷനിലായിട്ടാണ് നടക്കുന്നത്. അത് നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മെയിനായിട്ട് അറിയിക്കുക. പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അന്വേഷണം ഒന്നും കൂടെ തുടങ്ങണം എന്ന് പറഞ്ഞ് അന്വേഷണം വയ്ക്കുക. അല്ലെങ്കിൽ ഈ കേസ് ഫോളോ അപ്പ് ചെയ്യുക. 6 പ്രതികളെന്നുള്ളത് അവർക്ക് എന്താണെന്നുള്ളത് അതിനുള്ള ശിക്ഷയും കാര്യങ്ങളും, അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ പറഞ്ഞ് ഒരു റിപ്പോർട്ട് അതാണ് ഉണ്ടാവേണ്ടത്. KSRTC കാണാതായ മെമ്മറി കാർഡ് കണ്ടെത്താൻ ഗതാഗത മന്ത്രി എങ്ങാനും കാണുന്നുണ്ടോ? ഗതാഗത മന്ത്രി കാണും, ഉറപ്പായിട്ട് കാണും. ഗതാഗത മന്ത്രി ആവണതിന് മുമ്പേ നമ്മുടെ CMPയുടെ നേതാവായിരുന്നു. അപ്പോൾ ഈ നേതാവിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എനിക്ക് അന്ന് തൊഴിലാളി ദിനത്തിൻ്റെ തലേദിവസമാണ് ഈ ജോലി നഷ്ടമാവുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് എന്നെ ഷോൾ അണിയിച്ചത്. തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് എന്നെ ഒരു തൊഴിലാളിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഷോൾ അണിയിച്ച CP ജോൺ. അപ്പോൾ കാണണം, ഉറപ്പായിട്ടും ഗതാഗത വകുപ്പ് മന്ത്രി എന്തായാലും ഉറപ്പായിട്ട് കാണണം, ഒരു തവണ പോയി കാണണം. പിന്നെ ഇടയ്ക്ക് ഇതൊക്കെ ലീവ് ഓടണം, പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം സ്കൂൾ തുറക്കുന്ന സമയമാണ്, ഇപ്പോഴും ജോലിയില്ലാത്ത അവസ്ഥയാണ്. പ്രൈവറ്റ് ബസ്സിൽ പോലും ഇല്ല. ഈ സ്ഥിരമായിട്ട് ഓടുന്ന ആൾക്കാരും ഇറങ്ങൂല, മക്കളെ സ്കൂളിലൊക്കെ ആക്കേണ്ടതില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മോൻ്റെ കേസാണ് ഇപ്പോൾ ബുദ്ധിമുട്ട്. അന്നോട്ട് ഈ 3 വർഷക്കാലം, ഇപ്പം 3 വർഷമായി, 3 വർഷക്കാലം മേയറുടെ കൂട്ടാളികൾ എല്ലാവരും മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നത്. ഈ 3 വർഷത്തിൽ ഓരോ തവണയും സ്കൂളിൻ്റെ പരിപാടി വരുമ്പോൾ എൻ്റെ ജീവിതം ബുദ്ധിമുട്ടിലാണ്. എന്ന് വെച്ചാൽ ജോലിയില്ലാത്ത അവസ്ഥയാണ്. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കാണുമ്പോൾ വ്യക്തമായൊരു അന്വേഷണം നടക്കും, കൃത്യമായി പുതിയ രീതിയിൽ അന്വേഷണം നടക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. അവർ വ്യക്തമായിട്ട് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് നമ്മുടെ ഇപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞതെന്ന് വെച്ചാൽ, യദുവിന് നമ്മുടെ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു പുരോഗമനം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ളത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി തരാമെന്നും കേസിൻ്റെ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാമെന്നും കേസ് പ്രോപ്പറായിട്ട് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പം നമുക്ക് ഒന്നും കൂടെ കാണുമ്പോഴത്തേക്കും അറിയാം.
എന്താണെന്നുള്ളത്. എന്തായാലും വീണ്ടും KSRTC വളയം പിടിക്കാൻ ഒരുങ്ങുകയാണല്ലേ? ഒരു പ്രാവശ്യം നമുക്ക് അത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ അല്ലേ. നമ്മളെന്തോ കാണിച്ചു എന്ന് പറഞ്ഞത് ഇതേപോലെ ഒരു ഗ്ലാസ് ബോഡി വണ്ടി, ഇതിലാണെങ്കിൽ കൈയെങ്കിലും ഇവിടെ ഇടാം. മറ്റേ വണ്ടിയിലെ ഈ സീറ്റ് വരുന്നത് ഇതിൻ്റെ പുറകിലോട്ടാണ്. കൈ ഇട്ടാലും ഇങ്ങോട്ട് ഇടാൻ പറ്റില്ല, ഇവിടെ ഇടാൻ പറ്റില്ല, ഡോർ അങ്ങ് ഫ്രണ്ടിലോട്ടാണ്. ഇതിലാണെങ്കിൽ പിന്നെ ഈ കൈ ആണെങ്കിൽ കാണിക്കാമെന്ന് പറയാം. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ ദൈവം ഉണ്ടല്ലോ, കർമ്മഫലം എന്ന് പറയുന്നത് ഉണ്ടാവും. എന്തായാലും വീണ്ടും KSRTCയുടെ വളയം പിടിക്കാൻ ഒരുങ്ങുകയാണ് യദു. മാത്രമല്ല ഇതുവരെ നടന്ന അന്വേഷണത്തിലെ അതൃപ്തി അത് മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും നേരിൽ കണ്ട് അറിയിക്കും. വീണ്ടും പരാതി നൽകി അന്വേഷണം പുനരാരംഭിക്കും. KSRTCയിൽ നിന്ന് കാണാതായ ആ ഒരു മെമ്മറി കാർഡ് അതടക്കം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം അത് പുനരാരംഭിക്കണമെന്നും യദു ആവശ്യപ്പെടുമെന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എമ്മലിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.